ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപായി ഗഗനചാരി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എയ്റോസ്പേസ് മേഖലയിൽ എഞ്ചിനീയറായ എനിക്ക് താൽപ്പര്യമുള്ളതും നിങ്ങൾക്ക് താൽപ്പര്യമുണർത്തുന്നതുമായ വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എന്റെ ശ്രമമാണ് ഈ ചാനൽ. എയ്റോസ്പേസ്, മിലിറ്ററി തുടങ്ങിയ മേഖലയിലെ ഉള്ളടക്കത്തിനായി ചാനൽ സന്ദർശിച്ച് വീഡിയോകൾ കാണാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. പെർഫെക്റ്റായി നടത്തിയ 100ാമത് വിക്ഷേപണത്തിന് ശേഷം നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് ഇസ്രോയിൽ നിന്നും നാം കേട്ടത്. ജിയോ സ്റ്റേഷനറി ഉപഗ്രഹമായ NVS-02 തകരാറിനെ തുടർന്ന് പ്രാഥമിക ഭ്രമണപഥത്തിൽ കുടുങ്ങി എന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതിന്റെ സാങ്കേതിക വശങ്ങൾ നിങ്ങളോട് വിശദീകരിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. വീഡിയോയിൽ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്, ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റ്, ഹോഫ്മാൻ ട്രാൻസ്ഫർ എന്നിവയെ കൂടാതെ ലിക്വിഡ് പ്രൊപ്പൽഷൻ, ആറ്റിറ്റ്യൂഡ് കൺട്രോൾ എന്നിവയെക്കുറിച്ച് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നതാകും. അതിനാൽ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കും. ഇന്ത്യയിലും അയൽ പ്രദേശങ്ങളിലും പൊസിഷനിങ്ങും ടൈമിംഗ് സർവീസും ബ്രോഡ്കാസ്റ്റ് മെസ്സേജിംഗ് സർവീസും ലഭ്യമാക്കാൻ ഇസ്രോ വികസിപ്പിക്കുന്ന ഉപഗ്രഹ ഗതിനിർണ്ണയ സംവിധാനമാണ് നാവിക് പേരിട്ടിരിക്കുന്ന ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ പ്രകാരം മൊത്തം 7 ഉപഗ്രഹങ്ങൾ ഓപ്പറേഷണൽ ആയിരിക്കേണ്ടതുണ്ട്. അതിൽ 3 എണ്ണം 3 വ്യത്യസ്ത ഭൂസ്ഥിര ഓർബിറ്റുകളിലും ബാക്കി 4 എണ്ണം ഭൂമധ്യരേഖയോട് 29 ഡിഗ്രി ചെരിവുള്ള മറ്റു ഭൂസ്ഥിര ഓർബിറ്റുകളിലും ആണ് ഉണ്ടാകേണ്ടത്. ഇതിനുവേണ്ടി 2013 മുതൽ 2023 വരെ 10 വിക്ഷേപണങ്ങൾ ഇസ്രോ നടത്തിക്കഴിഞ്ഞുവെങ്കിലും 4 ഉപഗ്രഹങ്ങൾ മാത്രമേ നിലവിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജം ആയുള്ളൂ. വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹങ്ങളിൽ പലതും പല കാരണങ്ങൾ കൊണ്ട് വർഷങ്ങൾക്കുള്ളിൽ തന്നെ പണിമുടക്കി. ഉപഗ്രഹങ്ങളിലെ വിദേശനിർമ്മിത അറ്റോമിക് ക്ലോക്കുകളുടെ തകരാർ ആണ് ഒരു പ്രധാന വില്ലനായത്. കൂടാതെ ഒരു തവണ വിക്ഷേപണം പരാജയപ്പെടുകയും ചെയ്തു. പ്രവർത്തന സജ്ജമായ ഏറ്റവും പഴക്കമുള്ള ഉപഗ്രഹത്തിന് നിലവിൽ 11 കൊല്ലം പഴക്കമായി. ഒരെണ്ണം 9 കൊല്ലവും മറ്റൊരെണ്ണം 7 കൊല്ലവും പഴക്കമുള്ളതാണ്. ഈ തകരാറുകൾ കാരണമുള്ള കുറവുകൾ നികത്തേണ്ടതുണ്ട്. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. കേടായ പഴയ ഉപഗ്രഹങ്ങളെ റീപ്ലേസ് ചെയ്യുന്നതിന്റെ ഭാഗമായും സിസ്റ്റത്തിന്റെ ലൈഫ് കൂട്ടുകയും ചെയ്യുവാൻ വേണ്ടി വിക്ഷേപിക്കപ്പെടുന്ന പുതുതലമുറ നാവിക് ഉപഗ്രഹത്തിൽ പെട്ടതാണ് NVS-02. ഇന്ത്യൻ നിർമ്മിത അറ്റോമിക് ക്ലോക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയും ഇവക്കുണ്ട്. NVS-02വിനെ ഏകദേശം 111 ഡിഗ്രി കിഴക്കായുള്ള ഭൂസ്ഥിര ഓർബിറ്റിലേക്കാണ് വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്നും 24 മണിക്കൂറും ഈ ഉപഗ്രഹം ലൈൻ ഓഫ് സൈറ്റിൽ ഉണ്ടാകണമെന്നതാണ് ഈ ഓർബിറ്റ് തിരഞ്ഞെടുക്കാൻ കാരണം. എപ്പോഴും ഒരേ ഭൂഭാഗത്തിനു മുകളിൽ ബഹിരാകാശത്ത് നിലയുറപ്പിക്കാൻ സാധിക്കുന്ന ഭൂസ്ഥിര ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കപ്പെടുന്ന ഉപഗ്രഹങ്ങൾ നേരെ റോക്കറ്റിലേറി ആ ഓർബിറ്റിൽ എത്തുക അല്ല ചെയ്യുന്നത്. റോക്കറ്റിന്റെ അപ്പർ സ്റ്റേജ് അവയെ ഒരു ട്രാൻസ്ഫർ ഓർബിറ്റിലേക്കാണ് വിക്ഷേപിക്കുന്നത്. ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്ക് ഒരു ഉപഗ്രഹത്തെ മാറ്റാൻ വേണ്ടി ആ 2 ഓർബിറ്റിനെയും തൊടുന്ന ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് ട്രാൻസ്ഫർ ഓർബിറ്റ്. NVS-02വിനെ വിക്ഷേപിച്ചത് 170/36,000 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഓർബിറ്റിലേക്കാണ്. 36,000 കിലോമീറ്ററുകൾ എന്നത് ഭൂസ്ഥിര ഓർബിറ്റിന്റെ വലിപ്പം ആണെന്നറിയാമല്ലോ. ഈ ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹം ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്ററുകൾ ദൂരെയെത്തുമ്പോൾ അതിന്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് ടാൻജൻഷ്യൽ വേഗത കൂട്ടി ആ ഓർബിറ്റിനെ സർക്യൂലറൈസ് ചെയ്യുക വഴി ആണ് ഭൂസ്ഥിര ഓർബിറ്റിലേക്ക് മാറ്റുന്നത്. ഈ പ്രവൃത്തി ഉപഗ്രഹത്തിലെ ത്രസ്റ്ററുകളുടെ കഴിവിന് അനുസരിച്ചും ഇന്ധന ബജറ്റ് അനുസരിച്ചും പലതവണ ചെയ്യേണ്ടി വന്നേക്കാം. ഓരോ തവണ ഇത് ചെയ്യുമ്പോഴും ഉപഗ്രഹത്തിന്റെ ഭൂമിയിൽ നിന്നുമുള്ള കുറഞ്ഞ ദൂരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വെറും ഒരു എഞ്ചിൻ ബേൺ മാത്രം ഉപയോഗിച്ച് ട്രാൻസ്ഫർ ഓർബിറ്റിൽ നിന്നും സർക്കുലർ ഓർബിറ്റിലേക്ക് മാറാൻ കഴിയും എന്നതിനാൽ ഇതൊരു എഫിഷ്യന്റ് മാർഗമാണെന്ന് കാണാം. ഒരു സർക്കുലർ ഓർബിറ്റിൽ നിന്നും അതേ പ്ലെയിനിൽ ഉള്ള മറ്റൊരു സർക്കുലർ ഓർബിറ്റിലേക്ക് വെറും 2 എഞ്ചിൻ ബേൺ മാത്രം ഉപയോഗിച്ച് മാറുന്ന ഈ രീതിയെയാണ് ഹോഫ്മാൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. NVS-02വിന്റെ കഥയിലേക്ക് വരാം. ജനുവരി 29-ന് വിക്ഷേപിക്കപ്പെട്ട ആ ഉപഗ്രഹത്തിന്റെ ഓർബിറ്റ് മാറ്റാനുള്ള പ്രവൃത്തികൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടത്തേണ്ടതായിരുന്നു. ഓർബിറ്റൽ വസ്തുക്കളെ ട്രാക്ക് ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ചില സ്ഥാപനങ്ങൾ ദിവസങ്ങൾക്കു ശേഷവും NVS-02വിന്റെ ഓർബിറ്റിൽ മാറ്റമൊന്നും കാണാത്ത വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത വന്ന് അധികം വൈകാതെ തന്നെ ഉപഗ്രഹം സാങ്കേതിക പ്രശ്നം നേരിടുന്നു എന്ന സ്ഥിരീകരണം ഇസ്രോയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിങ്ങനെ ആയിരുന്നു. ഓക്സിഡൈസർ വാൽവിൽ ഉണ്ടായ തകരാർ മൂലം ത്രസ്റ്ററുകൾ പ്രവർത്തിക്കാൻ കഴിയാത്തതിനാൽ ഓർബിറ്റ് ഉയർത്തുന്ന പ്രക്രിയ നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇസ്രോ നൽകിയ അപ്ഡേറ്റ്. ഇക്കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മുൻപ് പറഞ്ഞ പ്രകാരം ത്രസ്റ്ററുകൾ പ്രവർത്തിച്ചാൽ മാത്രമേ ട്രാൻസ്ഫർ ഓർബിറ്റിൽ നിന്നും ഭൂസ്ഥിര ഓർബിറ്റിലേക്ക് ഉപഗ്രഹത്തിന് മാറാൻ കഴിയൂ. ഉപഗ്രഹങ്ങളിൽ പലതരം ത്രസ്റ്ററുകൾ ഉണ്ടാകും. അവയിൽ നിന്നും പുറത്തേക്കു പോകുന്ന വാതകങ്ങൾ ഉപഗ്രഹത്തെ തിരികെ തള്ളുന്നത് മൂലം ട്രാജക്ടറി മാറ്റാനോ ഓറിയന്റേഷൻ മാറ്റാനോ ഇവയെ ഉപയോഗിക്കുന്നു. ഉപഗ്രഹങ്ങളിൽ വേണ്ട ത്രസ്റ്റ് വിക്ഷേപണ വാഹനങ്ങളിൽ വേണ്ട ത്രസ്റ്റിനേക്കാൾ വളരെ കുറവായതിനാൽ അവയിലുള്ള ത്രസ്റ്ററുകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. വിക്ഷേപണ വാഹനങ്ങളുടെ ലോവർ സ്റ്റേജുകളിൽ ഉപയോഗിക്കുന്നവ പമ്പ് ഫെഡ് എഞ്ചിനുകൾ ആയിരിക്കും. ഓക്സിഡൈസറിനെയും ഇന്ധനത്തെയും കമ്പഷൻ ചേംബറിലേക്ക് ഉയർന്ന മർദ്ദത്തിൽ എത്തിക്കുക ഒന്നോ അതിലധികമോ ടർബൈനുകൾ പ്രവർത്തിപ്പിക്കുന്ന പമ്പുകൾ ആയിരിക്കും.
ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും പ്രവർത്തിച്ച് ഉയർന്ന ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഇത്തരം സംവിധാനമുള്ള എഞ്ചിനുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ കഴിയൂ. ഉപഗ്രഹങ്ങളിലെ ത്രസ്റ്ററുകൾക്ക് വേണ്ട പ്രഷറൈസേഷൻ പൊതുവെ നൽകുന്നത് പമ്പുകൾ ഉപയോഗിച്ചല്ല, മറിച്ച് ഉയർന്ന മർദ്ദത്തിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഇനർട്ട് വാതകങ്ങൾ ഉപയോഗിച്ചാണ്. ഇവയെ പ്രഷർ ഫെഡ് എന്നും പ്രഷർ റെഗുലേറ്റഡ് എന്നും വീണ്ടും തരം തിരിക്കാൻ കഴിയും. പ്രഷർ ഫെഡ് ത്രസ്റ്ററുകളിൽ ഇനർട്ട് വാതകം നേരിട്ട് മർദ്ദം നൽകുന്നു. ഇനർട്ട് വാതകം ശേഖരിച്ചു വച്ചിരിക്കുന്ന കണ്ടെയ്നറിലെ മർദ്ദം കുറയുന്നതിനനുസരിച്ച് ഇത്തരം ത്രസ്റ്ററുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ത്രസ്റ്റ് കുറഞ്ഞുവരുന്നു. പ്രഷർ റെഗുലേറ്റഡ് സിസ്റ്റങ്ങളിൽ കണ്ടെയ്നറിൽ നിന്നും പുറത്തുവരുന്ന ഇനർട്ട് വാതകത്തിന്റെ മർദ്ദം നിയന്ത്രിക്കുന്നതിനാൽ വാതകം തീരെ കുറയുന്നത് വരെ കോൺസ്റ്റന്റ് പ്രഷറൈസേഷൻ സാധ്യമാണ്. കോൾഡ് ഗ്യാസ് ത്രസ്റ്റർ എന്നും ഹോട്ട് ഗ്യാസ് ത്രസ്റ്റർ എന്നും ത്രസ്റ്ററുകളെ തരം തിരിക്കാം. കോൾഡ് ഗ്യാസ് ത്രസ്റ്ററുകളിൽ പ്രഷറൈസേഷന്റെ മാത്രം ഫലമായി പുറത്തേക്ക് പോകുന്ന ഗ്യാസ് ആണ് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഗ്യാസ് കമ്പഷന്റെ ഫലമായി ഉണ്ടാകുന്നത് അല്ല. വായു നിറച്ച ഒരു ബലൂൺ എങ്ങനെ ആണോ തുറന്നു വിട്ടാൽ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതേപോലെ തന്നെയാണ് കോൾഡ് ഗ്യാസ് ത്രസ്റ്ററുകളുടെ പ്രവർത്തനം എന്ന് പറയാം. ഹോട്ട് ഗ്യാസ് ത്രസ്റ്ററുകളിൽ പുറത്തേക്ക് പോകുന്ന ചൂട് വാതകങ്ങളാണ് ത്രസ്റ്റ് പ്രദാനം ചെയ്യുന്നത്. ഈ വാതകങ്ങൾ ഇന്ധനവും ഓക്സിഡൈസറും ചേർന്ന് ഉണ്ടായ കമ്പഷന്റെ ഫലമായി ഉണ്ടാകുന്നത് ആയിരിക്കും. കമ്പഷൻ നടക്കുന്നത് മൂലം പുറത്തേക്ക് പോകുന്ന വാതകങ്ങൾ ഉയർന്ന മർദ്ദവും താപനിലയും വേഗതയും ഉള്ളതായതിനാൽ ഇത്തരം ത്രസ്റ്ററുകൾ കൂടുതൽ എഫിഷ്യന്റ് ആയിരിക്കും. കൂടാതെ ഇവയ്ക്ക് കൂടുതൽ ത്രസ്റ്റും നൽകാൻ കഴിയും. ഉപഗ്രഹത്തിന്റെ ആപേക്ഷിക ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ത്രസ്റ്ററുകളെ ആറ്റിറ്റ്യൂഡ് കൺട്രോൾ ത്രസ്റ്റർ എന്ന് വിളിക്കുന്നു. ഒരു വിമാനത്തിന്റെയോ സ്പേസ് ക്രാഫ്റ്റിന്റെയോ ആറ്റിറ്റ്യൂഡ് എന്നാൽ 3 ഡൈമെൻഷണൽ സ്പേസിൽ ഉള്ള അതിന്റെ ഓറിയന്റേഷൻ ആണ്. കോൾഡ് ഗ്യാസ് ത്രസ്റ്ററുകളും ഹോട്ട് ഗ്യാസ് ത്രസ്റ്ററുകളും ആറ്റിറ്റ്യൂഡ് കൺട്രോളിന് ഉപയോഗിക്കാറുണ്ട്. ട്രാൻസ്ഫർ ഓർബിറ്റിൽ നിന്നും ഭൂസ്ഥിര ഓർബിറ്റിലേക്ക് ഉപഗ്രഹത്തെ മാറ്റാൻ ഉപയോഗിക്കുന്ന ത്രസ്റ്ററുകളെ അപ്പോജി മോട്ടോർ എന്ന് വിളിക്കാം. ഇവ കൂടുതൽ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രഷർ ഫെഡ് അല്ലെങ്കിൽ പ്രഷർ റെഗുലേറ്റഡ് ഹോട്ട് ഗ്യാസ് ത്രസ്റ്ററുകൾ ആകും. ഇവയിൽ ഇന്ധനവും ഓക്സിഡൈസറും ആയി ഉപയോഗിക്കുക. തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായാൽ തന്നെ വയലന്റ് ആയി കത്തുന്ന രാസപദാർത്ഥങ്ങളാണ്. അതായത് ഇഗ്നൈറ്ററോ മറ്റു മെക്കാനിസംസോ ഇല്ലാതെ തന്നെ ഇവ തമ്മിൽ ചേർന്ന് കത്താൻ തുടങ്ങും. ഇത് മൂലം ത്രസ്റ്ററുകൾ താരതമ്യേന ലളിതമാകുകയും റിലയബിലിറ്റി വർദ്ധിക്കുകയും ചെയ്യും. ഇത്തരം ഇന്ധനങ്ങളെ ഹൈപ്പർ കോളിക് ഇന്ധനങ്ങൾ എന്നാണ് പറയും. ഇവയെ രണ്ടും സെപ്പറേറ്റ് ആയി പ്രഷറൈസ് ചെയ്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ടാങ്കുകളിൽ നിന്നും വാൽവുകൾ തുറന്നു കമ്പഷൻ ചേംബറിലേക്ക് എത്തിച്ചാൽ മതി. ത്രസ്റ്റ് നിയന്ത്രിക്കാൻ ഇവയുടെ മിക്സിംഗ് റേഷ്യോയോ അളവോ വാൽവുകൾ വഴി നിയന്ത്രിച്ചാൽ മതിയാകും. എന്താണ് NVS-02 സംഭവിച്ചത് എന്ന് നോക്കാം. വിക്ഷേപണത്തിന് ശേഷം ട്രാൻസ്ഫർ ഓർബിറ്റിലെത്തിയ ഈ ഉപഗ്രഹത്തെ ജിയോസ്റ്റേഷനറി ഓർബിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ലിക്വിഡ് അപ്പോജി മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിന് മുന്നോടിയായി കമ്പഷൻ ചേംബറിലേക്ക് ഓക്സിഡൈസർ തുറന്നു വിടുന്ന പൈറോ വാൽവ് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഈ വാൽവ് പ്രവർത്തിപ്പിക്കാതെ ഇന്ധനത്തെ കത്തിച്ച് ത്രസ്റ്റ് ഉത്പാദിപ്പിക്കാൻ കഴിയില്ല. തൽഫലമായി ഉപഗ്രഹത്തെ ഇപ്പോഴുള്ള ഓർബിറ്റിൽ നിന്നും 36,000 കിലോമീറ്റർ ദൂരെയുള്ള സർക്കുലർ ഓർബിറ്റിലേക്ക് മാറ്റാൻ കഴിയില്ല. എന്താണ് പൈറോ വാൽവ് എന്ന് നോക്കാം. റോക്കറ്റിലും സ്പേസ് ക്രാഫ്റ്റിലുമൊക്കെ ഒരിക്കൽ മാത്രം പ്രവർത്തിപ്പിക്കേണ്ട വാൽവുകളും വിഘടിക്കേണ്ട ബോൾട്ടുകളുമൊക്കെ ഉണ്ടാകും. അവയൊക്കെ റോക്കറ്റിന്റെ സ്റ്റേജ് സെപ്പറേഷന്റെ സമയത്തും മറ്റും കൃത്യമായി പ്രവർത്തിക്കണം. ഇത്തരം പാർട്ടുകളെ അവയ്ക്കുള്ളിൽ ഉള്ള ചെറിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. വേണ്ടപ്പോൾ ചെറിയൊരു ഇലക്ട്രിക്കൽ കറന്റ് നൽകുമ്പോൾ നടക്കുന്ന സ്ഫോടനം ഈ പാർട്ടുകളെ പ്രവർത്തിപ്പിക്കും. വളരെ കൃത്യതയോടെ റിലയബിൾ ആയി പ്രവർത്തിക്കുന്ന ഇത്തരം വസ്തുക്കൾ മോഡേൺ റോക്കറ്ററിയുടെ ഭാഗമായിട്ട് ദശകങ്ങളായി. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന പൈറോ വാൽവ് ഇന്ധനത്തെയും ഓക്സിഡൈസറിനെയും അവരവരുടെ സ്റ്റോറേജ് ടാങ്കിൽ സുരക്ഷിതമായി സീൽ ചെയ്ത് ഐസൊലേറ്റ് ചെയ്യുന്ന വാൽവുകളിൽ ഒന്നാണ്. വിക്ഷേപണ സമയത്ത് ഇത്തരം വാൽവ് അടഞ്ഞിരിക്കും. പിന്നീട് ആവശ്യമുള്ളപ്പോൾ, അതായത് അപ്പോജി മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപായി ഈ വാൽവ് തുറന്ന് ഓക്സിഡൈസറിന്റെ ലഭ്യത ഉറപ്പാക്കുന്നു. ഒരിക്കൽ തുറന്നാൽ ഈ വാൽവ് അതേ അവസ്ഥയിൽ തന്നെ തുടരും. അതിനാൽ എപ്പോൾ വേണമെങ്കിലും തുറക്കാനും അടക്കാനും പറ്റുന്ന മറ്റു വാൽവുകളും ഉണ്ടാകും. ആ വാൽവുകൾ നിയന്ത്രിച്ച് ഷട്ട് ഓഫും ഫ്ലോ കൺട്രോളും നടത്താൻ കഴിയും. ഈ ഒരു പൈറോ വാൽവ് പ്രവർത്തിക്കാത്തതിനാൽ ഉപഗ്രഹം നിലവിൽ 170 കിലോമീറ്റർ മാത്രം കുറഞ്ഞ ദൂരത്തുള്ള ഓർബിറ്റിലാണ്. ഇത്തരം ഒരു ഓർബിറ്റിൽ ഈ ഉപഗ്രഹം അതിന്റെ പ്രാഥമിക ദൗത്യങ്ങൾക്ക് ഉപകാരപ്പെടില്ല. മാത്രവുമല്ല അന്തരീക്ഷവുമായി വളരെ അടുത്തുകൂടി ഓരോ ഭ്രമണത്തിലും അതിന് കടന്നു പോകേണ്ടതിനാൽ ഇതൊരു സ്റ്റേബിൾ ഓർബിറ്റ് ആകുകയും ഇല്ല. ഇതുമൂലം 12 വർഷം എന്ന ഡിസൈൻ ലൈഫിനേക്കാൾ ഹ്രസ്വമായ കാലത്തിനുള്ളിൽ തന്നെ ഓർബിറ്റൽ ഡീകേ നടന്ന ഉപഗ്രഹം അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് കത്തിപ്പോകും. ഈ അവസരത്തിൽ ദൗത്യം കൈവിട്ട് കളയാതെ എന്ത് ചെയ്യാനാകും ഇസ്രോ ശ്രമിക്കുക എന്ന് നോക്കാം. കേടായ വാൽവ് എങ്ങനെയെങ്കിലും പ്രവർത്തിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടോയെന്ന് നോക്കുകയാണ് നിലവിൽ ചെയ്യേണ്ടത്. ഇതുവരെയും അതിന് കഴിയാത്തതിനാൽ ഇനി അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അടിയന്തിരമായി വേണ്ടത് ഉപഗ്രഹത്തിന്റെ പെരിജി ഉയർത്തുക എന്നതാണ്. ഇതുവഴി അന്തരീക്ഷവുമായുള്ള ഇന്ററാക്ഷൻ കുറയ്ക്കുകയും കുറച്ചുകൂടി സ്റ്റേബിൾ ആയ ഓർബിറ്റ് കൈവരിക്കുകയും ചെയ്യാം. അങ്ങനെ ഉപഗ്രഹത്തിന്റെ കാലാവധി കൂട്ടാൻ കഴിയും. കൂടാതെ ഓർബിറ്റ് കൂടുതൽ പ്രെഡിക്റ്റബിൾ ആകും. ഉപഗ്രഹത്തെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ നാവിഗേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള മറ്റ് പോംവഴികൾ തേടുന്നു എന്നാണ് ഇസ്രോ നൽകിയ അപ്ഡേറ്റ്.
ഉയർത്തിയ ഓർബിറ്റ് ഇതിനെ തീർച്ചയായും സഹായിക്കും. ലിക്വിഡ് അപ്പോജി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത നിലയ്ക്ക് ഇതെങ്ങനെ സാധിക്കും എന്ന് നോക്കാം. ഇതിനായി ഉപഗ്രഹം അപ്പോജിയിൽ എത്തുമ്പോൾ ആറ്റിറ്റ്യൂഡ് കൺട്രോൾ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കാം, അല്ലെങ്കിൽ അപ്പോജി മോട്ടോറിലൂടെ പ്രഷറൈസ്ഡ് ഇന്ധനത്തെ പുറത്തേക്ക് വിട്ടും ഇതിന് ശ്രമിക്കാം. എന്തൊക്കെയായാലും വളരെ ചെറിയൊരു അളവിൽ ഉള്ള ത്രസ്റ്റ് മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയൂ. അതിനാൽ ടാൻജൻഷ്യൽ വേഗതയെ വളരെ ചെറിയൊരു അളവിൽ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഇതുകൊണ്ട് കഴിയൂ. ഇതുവഴി 200-220 കിലോമീറ്റർ ഉയരത്തിലേക്ക് പെരിജി ഉയർത്താൻ കഴിഞ്ഞാൽ നല്ലത്. MBS-02 തകരാറിന് കാരണമായ വാൽവ് ഗഗൻയാൻ അടക്കമുള്ള ദൗത്യങ്ങളിൽ ഉപയോഗിച്ചേക്കാം എന്നതിനാൽ ഈ തകരാറിന്റെ കാരണം കണ്ടെത്താനും പോരായ്മകൾ പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടാകും. മെക്കാനിക്കൽ തകരാറാണോ അതോ ഇലക്ട്രിക്കൽ തകരാറാണോ എന്നത് കണ്ടെത്തി അത് പരിഹരിക്കുന്നത് അടുത്ത ബഹിരാകാശ ദൗത്യത്തിന് മുൻപായി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇസ്രോയെ സഹായിക്കും.